നമസ്കാരം. ജീവിതപാഠം എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ സംസ്കാരവും പൈതൃകവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. സംസ്കാരം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. സംസ്കാരം ഒരാളുടെ ജീവിത രീതിയുടെ ആത്മാവ് തന്നെയാണ്. ഒരു സമൂഹം ജീവിതത്തിൽ പിന്തുടരുന്ന ചിന്താധാര, ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, കലാരൂപങ്ങൾ, ഭാഷ, മതം, ഭക്ഷണം, വസ്ത്രധാരണം, പെരുമാറ്റ രീതികൾ തുടങ്ങി തലമുറകളിലൂടെ കൈമാറി വരുന്ന സമ്പൂർണ്ണമായ ജീവിത രീതിയാണ് സംസ്കാരം. അത് മനുഷ്യരുടെ ജീവിതത്തിൻ്റെ രൂപവും നിറവും ആണ്. സംസ്കാരം ഒരാളെ അവൻ്റെ സമൂഹത്തിൽ ചേർത്ത് നിർത്തുന്ന അദൃശ്യ ബന്ധം പോലെയാണ്. അത് നിരന്തരമായി മാറുകയും കാലാനുസൃതമായി പുതുമകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. സംസ്കാരം നമ്മെ മനുഷ്യരുടെ വലിയൊരു പ്രവാഹവുമായി ബന്ധിപ്പിക്കുന്നു. അത് വ്യക്തിയെ ഒറ്റപ്പെട്ട ഒരാൾ ആക്കാതെ ഒരു സമൂഹത്തിൻ്റെ ജീവിക്കുന്ന ഘടകമാക്കുന്നു. സംസ്കാരത്തെ നഷ്ടപ്പെടുത്തുന്നത് വേരുകൾ മുറിക്കുന്നത് പോലെയാണ്. ഇനി പൈതൃകം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നോക്കാം. പൈതൃകം സംസ്കാരത്തിൻ്റെ ചരിത്രപരമായ അടിസ്ഥാനമാണ്. പൈതൃകം എന്നാൽ മുൻ തലമുറകളിൽ നിന്ന് ലഭിച്ച സമ്പത്ത്. അത് ഭൗതികമായിരിക്കാം, അല്ലെങ്കിൽ അഭൗതികമായിരിക്കാം. ഇത് നമ്മുടെ ചരിത്രത്തിൻ്റെ അടയാളവും ഓർമ്മയുമാണ്. പൈതൃകം നമ്മെ എവിടെ നിന്നാണ് നാം വന്നത്, ആരാണ് നമ്മെ വളർത്തിയത് എന്ന തിരിച്ചറിവ് നൽകുന്നു. ഭൗതിക പൈതൃകം സംരക്ഷിക്കപ്പെടാതെ പോകുമ്പോൾ ചരിത്രം നഷ്ടമാകും. ഔഭൗതിക പൈതൃകം ഇല്ലാതാകുമ്പോൾ ആത്മീയമായ ബന്ധം നഷ്ടമാകും. വ്യക്തിജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ഇവയ്ക്കുള്ള പ്രാധാന്യം എന്താണെന്ന് നോക്കാം. സംസ്കാരം നമ്മെ ജീവിക്കാൻ പഠിപ്പിക്കുന്നു. പൈതൃകം നമ്മെ ആരാണ് നമ്മൾ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇത് രണ്ടും ചേർന്നാൽ വ്യക്തിക്കും സമൂഹത്തിനും സ്വത്വവും ആത്മവിശ്വാസവും ഉണ്ടാകുന്നു. പുതുതലമുറയെ വളർത്താൻ ഇത് അടിസ്ഥാനമാകുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സംസ്കാരം നമ്മെ ഇന്നത്തെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു ശക്തിയാണ്. പൈതൃകം നമ്മെ കഴിഞ്ഞ കാലത്തോട് ബന്ധിപ്പിക്കുന്ന വേരാണ്. സംസ്കാരവും പൈതൃകവും വ്യക്തിജീവിതത്തെയും സമൂഹ ജീവിതത്തെയും രൂപപ്പെടുത്തുന്ന രണ്ട് ആഴത്തിലുള്ള അടിസ്ഥാനങ്ങൾ ആണ്. വ്യക്തിജീവിതത്തിൽ ഉള്ള പങ്ക് എന്താണെന്ന് മനസ്സിലാക്കാം. ഒരു വ്യക്തി തൻ്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും അറിയുമ്പോൾ ആത്മവിശ്വാസവും സ്വത്വബോധവും വളരുന്നു. ഞാൻ ആരാണ്, എവിടെ നിന്നാണ് വന്നത് എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പൈതൃകം തന്നെയാണ്. കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും മൂല്യങ്ങൾ സംസ്കാരത്തിലൂടെയാണ് കൈമാറുന്നത്. സംസ്കാരവും പൈതൃകവും ഇല്ലാതെ സമൂഹം ആത്മാവില്ലാത്ത ശരീരം പോലെയാകും. അവ മനുഷ്യരെ ഒന്നിച്ച് ബന്ധിപ്പിക്കുന്നു. അതാണ് ഒന്നിച്ച് നിൽപ്പിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും അടിസ്ഥാനം. സംസ്കാരം നമ്മുടെ ജീവിക്കുന്ന രീതിയാണ്. പൈതൃകം നമ്മുടെ ജീവിച്ചുപോയ കാലത്തിൻ്റെ സ്മാരകമാണ്. ഇവ രണ്ടും ചേർന്നാൽ മനുഷ്യജീവിതം പൂർണ്ണമാകുന്നു. അതായത് സംസ്കാരം നമ്മെ ഇന്നത്തെ ജീവിതത്തിലേക്ക് വളർത്തുന്നു. പൈതൃകം നമ്മെ കഴിഞ്ഞ കാലത്തോട് ബന്ധിപ്പിക്കുന്നു. ഇവ രണ്ടും ചേർന്നാൽ വ്യക്തിയും സമൂഹവും പൂർത്തിയായ ജീവിതം ജീവിക്കും. ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.